നമസ്കാരം. മദ്യനയ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത ആം ആദ്മി പാർട്ടി നേതാവും ദില്ലി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ തന്നെ തുടരും. അറസ്റ്റ് ചോദ്യം ചെയ്ത് അരവിന്ദ് കെജ്രിവാൾ സമർപ്പിച്ച ഹർജി ദില്ലി ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. ജസ്റ്റിസ് സ്വർണകാന്ത ശർമ്മയുടെ സിംഗിൾ ബെഞ്ചാണ് ഈ ഹർജിയിൽ വിധി പറഞ്ഞത്. ഏപ്രിൽ 3 ഹർജി പരിഗണിച്ച ജസ്റ്റിസ് സ്വർണകാന്ത ശർമ്മ 3 മണിക്കൂറിലേറെ നീണ്ട വാദത്തിന് ശേഷം വിധി പറയാനായി മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. അറസ്റ്റ് നിയമവിരുദ്ധമാണോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് നിലവിൽ സമർപ്പിക്കപ്പെട്ട ഹർജി എങ്കിലും ജാമ്യം അനുവദിക്കാനുള്ളതല്ല എന്നുകൂടി കോടതി പ്രത്യേകം പരാമർശിക്കുകയുണ്ടായി. കുറ്റകൃത്യത്തിലും അതിനോടൊപ്പം തന്നെ ഗൂഢാലോചനയിലുമെല്ലാം അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെട്ടതായി വ്യക്തമാക്കുന്ന തെളിവുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശേഖരിച്ചിട്ടുണ്ട് എന്ന വിവരം കൂടി ദില്ലി ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നു. അറസ്റ്റും ഡിമാൻഡും നിയമവിരുദ്ധമാണ് എന്ന കെജ്രിവാളിന്റെ ഹർജിയാണ് ഇതോടുകൂടി തള്ളപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഗോവ തെരഞ്ഞെടുപ്പിന് അരവിന്ദ് കെജ്രിവാൾ പണം നൽകിയെന്ന് വ്യക്തമാക്കുന്ന മതിയായ തെളിവുകളും ആം ആദ്മി പാർട്ടിയുടെ സ്വന്തം സ്ഥാനാർത്ഥിയുടെ മൊഴികളുമൊക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഹാജരാക്കാൻ കഴിഞ്ഞു എന്നുകൂടി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കോടതി. മാത്രമല്ല, മദ്യനയ കേസിൽ മാർച്ച് 21-ാം തീയതിയാണ് ദില്ലി മുഖ്യമന്ത്രി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത്. ഏപ്രിൽ 15-ാം തീയതി വരെ കെജ്രിവാളിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇതിനിടയിലാണ് അദ്ദേഹം അറസ്റ്റ് ചോദ്യം ചെയ്തുകൊണ്ട് ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചതും ദില്ലി ഹൈക്കോടതി ഇപ്പോൾ ഈ ഹർജി തള്ളിയിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.